നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വചനം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ലവോദിക്യ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ഇന്നും ലവോദിക്യ സഭ പോലുള്ള സഭകളാണ് ക്രിസ്തീയ സമൂഹത്തിൽ അധിക പങ്കും എന്നത് നമുക്ക് നിരസിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്താണ് ലവോദിക്യ സഭയുടെ പ്രത്യേകത? ആ സഭയിൽ കർത്താവില്ല. കർത്താവ് സ്വയം പുറത്തു പോയതാണോ, കർത്താവിനെ പുറത്താക്കിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം വചനം വ്യക്തമായിട്ട് പറയുന്നു: സഭയിൽ കർത്താവില്ല. കർത്താവില്ലാതെയും സഭായോഗങ്ങൾ നടക്കും. പ്രസംഗങ്ങൾ, പ്രവചനങ്ങൾ, പ്രോഗ്രാമുകൾ ഇതൊക്കെ വിഘ്നം കൂടാതെ നടന്നുകൊണ്ടിരിക്കും. അത് ശുശ്രൂഷകളല്ല, പ്രോഗ്രാമുകളാണ്. ഇന്ന് ദുഃഖത്തോടെ, വേദനയോടെ പറയേണ്ട ഒരു സംഗതിയാണ്, സഭകളിൽ വാസ്തവത്തിൽ വരുന്നവർക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. സഭകളിൽ വന്നാൽ പണ്ടൊക്കെ യേശുവിനെ കാണാമായിരുന്നു. എന്നാൽ ഇന്ന് ആരാധനയ്ക്ക് സഭകളിലേക്ക് വരുന്ന എത്ര പേർക്ക് യേശുവിനെ കണ്ടിട്ട് മടങ്ങുവാൻ കഴിയുന്നുണ്ട്? ഒച്ച വെച്ചതുകൊണ്ടോ, ഡ്രമ്മടിച്ച് ബഹളം വെച്ചതുകൊണ്ടോ, അത്യുച്ചത്തിൽ പാടിയതുകൊണ്ടോ, ആത്മീയതയുടെ വലിയ അനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന നിലകളിൽ പല പ്രകടനങ്ങൾ നടത്തിയതുകൊണ്ടോ കാര്യമില്ല. വരുന്നവർ യേശുവിനെ കാണണം. യേശുവില്ല എങ്കിൽ ആളുകൾക്ക് യേശുവിനെ എങ്ങനെ കാണുവാനായിട്ട് സാധിക്കും? ഇത് ലവോദിക്യ സഭ പോലെയുള്ള ഒരു കാലഘട്ടം ആണ് എന്ന് മനസ്സിലാക്കുക. ചുരുക്കം ചില കൂട്ടായ്മകളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ കമ്മിറ്റിയില്ല, ഗ്രൂപ്പില്ല, മത്സരമില്ല, അധികാരത്തിനു വേണ്ടി കടിപിടിയില്ല, ആർത്തി പൂണ്ട നടത്തിപ്പുകാരില്ല, തമ്മിൽ അടിക്കുന്ന വിശ്വാസി സമൂഹങ്ങളില്ല. എല്ലാവരും ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ചിലയിടങ്ങളിൽ എങ്കിലും ഉള്ളത് വളരെ അനുഗ്രഹീതമാണ്. സമയത്തിന് ആരാധന ആരംഭിക്കുമെന്നാൽ ആരാധന എപ്പോൾ തീരും എന്നുള്ളത് അങ്ങനെയുള്ള ഇടങ്ങളിൽ ആർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല. 5-10 മിനിറ്റ് ആരാധന നീണ്ടുപോയാൽ ബഹളം വയ്ക്കുന്ന, കയർക്കുന്ന നടത്തിപ്പുകാരോട് വളരെ മോശമായിട്ട് ഇടപെടുന്ന എത്രയോ കൂടിവരവുകൾ നമ്മുടെ ആത്മീയ സമൂഹത്തിലുണ്ട്. യേശുവില്ല. എല്ലാം പ്രോഗ്രാമുകളായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ലവോദിക്യ സഭയുടെ അവസ്ഥ എന്താണെന്ന് യേശു പറഞ്ഞു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ യേശു മുട്ടുകയാണ്. വാതിൽ തുറന്നാൽ വീണ്ടും യേശുവിന് അവിടെ വസിപ്പാനുള്ള അവസരമുണ്ട്. ഈ സഭയുടെ ചില പ്രത്യേകതകൾ നാം പഠിക്കുകയാണ്. അതിലൊന്നാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു.
ഇവിടെ കർത്താവ് എന്താണ് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മോട് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്? ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്ത അവസ്ഥയാണ് ലവോദിക്കയിൽ ഉള്ളത്. ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. ഇത് രണ്ടും അല്ല എങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, ആത്മീക തീഷ്ണതയോടെയും എരിവോടെയും പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയും താഴ്മയും ഉള്ള ക്രിസ്തീയ വിശ്വാസികളെ കാണിക്കുവാനാണ് ഉഷ്ണവാൻ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളായ മനുഷ്യരാണ് ശീതവാന്മാർ എന്ന പദം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഉഷ്ണവാൻ എരിവോടെ നിൽക്കുന്നു, ശീതവാൻ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, ശീതോഷ്ണവാന്മാരാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, പക്ഷേ ആത്മീയമായിട്ടുള്ള എരിവും ഉത്സാഹവും നഷ്ടപ്പെട്ട് പ്രയോജനമില്ലാത്ത ഒരു നിലവാരത്തിൽ ജീവിക്കുന്നവർ ശീതോഷ്ണവാന്മാർ. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഈ അനുഭവത്തിൽ ജീവിക്കുന്നവരെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിപ്പാനായിട്ട് കഴിയും? അതാണ് ഇവിടെ ചോദിക്കുന്നത്. ശീതോഷ്ണവാനാണെങ്കിൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമണ്ണുകളയും. പ്രിയരെ, ഈ ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കണം. നാം ഉഷ്ണവാന്മാരാണോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ശീതവാന്മാരാണെങ്കിൽ ദൈവമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് വരണം. ശീതോഷ്ണവാന്മാരാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ അനുദപിച്ച് ഉഷ്ണവാന്മാരായിട്ട് മാറണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. വചനമനുസരിച്ച് ജീവിപ്പാൻ കൃപ തരണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ